നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. 5 കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുക. അല്ല, നല്ല ഷെയ്ഡ്സ്. ആൻഡ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ദുപ്പട്ട തന്നെയാണ്. ഒരു ഫംഗ്ഷൻ വെയർ ലുക്കിൽ വരുന്ന സ്റ്റൈൽ ഒരു ദുപ്പട്ടയും ടോപ്പ് വളരെ സിമ്പിൾ ആയിട്ടുമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ അതിന്റെ യോക്ക് വന്നിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കൈൻഡ് ഓഫ് സെറി അല്ല, ത്രെഡ് വർക്ക് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പ് സിമ്പിൾ ആക്കി ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ഇഷ്ടമുള്ള ഒരു നെക്ക് കൊടുക്കാം. എന്നാലും ഒരു റൗണ്ട് ഷേപ്പ് നെക്ക് പാറ്റേൺ ആണ്. ഇതിന്റെ കളറും കുറച്ച് വെറൈറ്റി ആണ്, നമ്മുടെ അധികം ഇല്ലാത്ത ഒരു റിബൽ ബ്ലൂന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് അടിച്ച് നോക്കിയാൽ മതി. ആ ഒരു അങ്ങനത്തെ ഒരു കളറാണ്. എപ്പോഴും ഉള്ള ടീൽ കിൻഫിഷർ ഇതൊന്നും അല്ല, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണിത്. സോ അപ്പോൾ ഇതിലെ മെയിൻ ഹൈലൈറ്റ് ടോപ്പിലെ വർക്കല്ല, ദുപ്പട്ട തന്നെയാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ പെയർ ചെയ്തേക്കും. ടാസിൽസ് ഉണ്ട്, ബോർഡേഴ്സിലും ചെറിയ വീവിങ് പാറ്റേൺ ഉണ്ട്. നമ്മൾ നോർമലി ഈ ഡോളോ ബനാറസിയിലും ചെക്കോട്ട് ബനാറസിയിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് വളരെ സ്മൂത്തും സോഫ്റ്റും ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. അപ്പം ദുപ്പട്ടയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ദുപ്പട്ട ഇത്രയും ഹെവിയും ആണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ റേറ്റ് മിനിമലൈസ് ചെയ്യാൻ ടോപ്പ് വളരെ സിമ്പിൾ ആക്കിയേക്കുന്നു. സോ അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് ബ്ലൂ ആണ്. നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, എന്നാലും ഈ ഫാബ്രിക്കിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അതോ ഈ എപ്പോഴും കാണുന്നതല്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഓരോ കളർ ഷെയ്ഡ്സിനും. ഫസ്റ്റ് കണ്ടത് എൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. ഇതും നേവി ബ്ലൂവിൻ്റെ ഒരു ബേസായിട്ട് വരുന്ന ഷെയ്ഡാണ്. ഹെവി വർക്ക് വരുന്ന ഒരു പ്രീമിയം സ്റ്റൈലിലുള്ള ദുപ്പട്ട. ടോപ്പ് വളരെ സിമ്പിൾ സോഫ്റ്റ് സിൽക്കാണ്. വളരെ ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളൂല ഈ സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട്. ബട്ട് നല്ല കംഫോർട്ട് ലെവലാണ് ഇതിന്. ഭയങ്കര സ്മൂത്താണ്, അധികം ചൂടൊന്നും എടുക്കൂല. ഇതെല്ലാം ഒരു സമ്മർ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന കാറ്റലോഗ്സ് ആണ്. അതാണ് എൻ്റെ ലുക്ക്. സോ അടുത്ത കളറ് ഈ ഒരു എന്താ പറയുക, റസ്റ്റ് ഓറഞ്ച് ഒക്കെ പോലെ, അതിലും കുറച്ചും കൂടെ തെളിച്ചമുണ്ട് കളറിന്. എന്നാൽ എപ്പോഴും കാണുന്ന ആ ഒരു റസ്റ്റ് ഓറഞ്ചിൻ്റെ കളറല്ല, ഏകദേശം ഒരു സിമിലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സ്. മെയിൻ ഹൈലൈറ്റിൻ്റെ ദുപ്പട്ടയാണ്. 1140 ഈ സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുക. അപ്പോൾ ഇതാണ് അടുത്ത കളറിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് മാംഗോ എല്ലാം. പിന്നെ ഓരോ ഫാബ്രിക്കിലും വരുമ്പോൾ ഓരോരോ കളേഴ്സിനും ചേഞ്ച് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും ഇതൊക്കെ. ആൻഡ് ടോപ്പ് സിമ്പിൾ, വളരെ ഹെവി ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട പാറ്റേൺ. ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യില്ല, സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് പോയേക്കും. ഒരു സമ്മർ സ്പെഷ്യലാണ്. അതായത് മെയിൻ ഇതിന് നല്ലൊരു കംഫോർട്ടാണ്. നമുക്ക് ചെറിയ തണുപ്പ് ഫീലിംഗ് ഉണ്ട്, അധികം ചൂടൊന്നും എടുക്കൂല. ദുപ്പട്ടയിൽ താഴ്ഭാഗത്ത് ടാസിൽസും ഉണ്ട്. സോ അപ്പോൾ ലാസ്റ്റ് കളറിൻ്റെ ലുക്ക് ഇതുപോലെ വരും. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു പർപ്പിൾ വയലറ്റ് കളർ ഷെയ്ഡ് ഇതാണ്. ഇതെല്ലാം വീവിങ് വർക്ക് ആട്ടോ ഈ ദുപ്പട്ടയിൽ പോയിരിക്കുന്നത്. ഹെവി വീവിങ് പാറ്റേൺ ആണ്, എന്നാൽ വളരെ സ്മൂത്ത് ആണ്. 4 ബോർഡേഴ്സും ഉണ്ട് ദുപ്പട്ടയിൽ വന്നിട്ട്. ടോപ്പിൽ സിമ്പിൾ എംബ്രോയിഡറി വർക്ക്. ഇത്രയും ഷെയ്ഡ്സേ വരുന്നുള്ളൂ. 1140 ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ. ഇത് നമുക്ക് ഈ ടൈപ്പ് ദുപ്പട്ട വരുന്നതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ്സിനോടൊക്കെ വേണമെങ്കിലും പെയർ ചെയ്യാം. പ്രീമിയം ദുപ്പട്ട, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്. താങ്ക് യു.